ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖവും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. വെള്ളമില്ലാത്തവർക്ക് വെള്ളം ഉണ്ടാവാനും ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ചൂട് അങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവർക്കും മഴ പെയ്ത് വെള്ളമൊക്കെ ആവട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിത്തെ നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങിയാണ്. അടുക്കളയിലേക്ക് ഉച്ചക്ക് പണികളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ട് വിചാരിക്കും അടുക്കളയിലേക്കൊന്നും വരണ്ട രാത്രി എന്ന് വിചാരിച്ചാൽ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് കേട്ടോ ശരിക്കുള്ള വീട്ടമ്മമാർ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ എന്തായി ഏതായി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ മഗ്‌രിബ് ഖുർആനോ അതാ നിൽക്കാതെ നമ്മൾ അടുക്കളയിലേക്ക് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ മോനെ തൃശ്ശൂരറ്റും പോയിന് കേട്ടോ. അപ്പോൾ അവൻ പോയി വരുമ്പോൾ നല്ലൊരു ഡ്രിങ്ക് ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ അന്നൊക്കെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, എന്നാലും കുറച്ച് ആൾക്കാരെ കാണലുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിനു. അപ്പോൾ ഇന്നിപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് മഴക്കാലത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഓൻ പറയുന്നുണ്ട് അവിടെയൊക്കെ എല്ലാ സൈഡിലും ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേനലായപ്പോഴേ ആളുകൾ ചിലപ്പോൾ നനച്ചുണ്ടാക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ വേനലിനാണല്ലോ നമുക്ക് ആവശ്യം ഉണ്ടാവില്ലേ, വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അധികം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു വെള്ളരി ഡ്രിങ്കാണ് കേട്ടോ അത്. നമ്മൾ വെള്ളരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അല്ല, വെള്ളരിയില്ലേ, കക്കിരി എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എന്താ വിചാരിക്കൽ, നമ്മൾ സാധാ കുക്കുംബറാണ്. ഇത് കുക്കുംബറല്ല കേട്ടോ, അതൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കല്യാണം വീട്ടിൽ നിന്ന് പിന്നെ അവിടുന്ന് പെണ്ണുങ്ങൾ സൽക്കാരം വരവോ ഒക്കെ വന്നിട്ട് അവിടുന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ. കുറച്ച് അലുവ ഉണ്ട്, നമ്മളെ കോഴിക്കോടൻ അലുവയും പിന്നെ പഴവും കുറച്ച് 2-3 ലഡു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഡു പിന്നെ അലുവയൊക്കെ മുറിച്ച് ഞങ്ങൾ തിന്നതൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആരിഫ തന്ന ചക്ക കേട്ടോ. കഴിഞ്ഞ ദിവസം ഓള് പറഞ്ഞതിനല്ലേ വീട്ടിൽ ചക്ക തന്നിനൊന്ന്, അടിപൊളി ചക്ക കേട്ടോ. അതൊക്കെ എൻ്റെ മോളെ കേട്ടോ റെസിപ്പിയൊക്കെ ആക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ വെള്ളരി ഒന്ന് നല്ലോണം ഒന്ന് പഴുത്ത് നല്ലോണം അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ വിണ്ട് കീറിയിട്ടില്ല. അന്ന് ഞാൻ ഉണ്ടാക്കിയത് വിണ്ട് കീറിന് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോലൊക്കെ ഇറന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും നല്ലോണം പഴുത്ത് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കും, ഈ വേനലുണ്ടല്ലോ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതങ്ങോട്ട് ഡ്രിങ്കാക്കി കുടിച്ചാൽ മതി, വയറും ഫില്ലാകുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് കഷ്ണങ്ങളോട് കൂടിയല്ലേ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. പിന്നെ മധുരം ഇടേണ്ടിയോൽക്ക് ഇടാത്തോൽക്ക് ഇടണ്ട കേട്ടോ. പക്ഷേ മധുരം ഇട്ടാൽ ടേസ്റ്റ് കൂടെ അത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാൻ തേങ്ങാപ്പാൽ എന്നിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ചൂടാണല്ലോ, പെട്ടെന്ന് കേട് വരും. അഥവാ ഇനി ബാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചാലും കേട് വരും കേട്ടോ തേങ്ങാപ്പാലൊക്കെ കൂട്ടുമ്പോഴേ. അപ്പോൾ ഇന്ന് പശുമ്പാലാണ്. അപ്പോൾ പശുമ്പാലൊക്കെ ഞാൻ തിളപ്പിച്ചിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ ഐസാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ തോലൊക്കെ ഒന്ന് ഇങ്ങനെ അടർത്തിയെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ഞാൻ പറയുന്നത്, മറന്നു പോകുന്നതിന് പറയാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ നിൽക്കുക, ഓളെന്ന ഓപ്ഷനൊക്കെ നിൽക്കണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ, എന്നാലല്ലേ നമ്മളിടുന്ന വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ. ലൈക്ക് ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സൗണ്ടൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഓരോരുത്തർ വരാനുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ ഒന്ന് പോയി നോക്കി വന്നതാട്ടോ. അപ്പം മുന്നേ പറഞ്ഞത് എന്താണെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളത്തെ കമ്പൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളത്തെ ഈ കുരു ഉണ്ടല്ലോ, കുരു നല്ല അധികം മൂപ്പില്ല കേട്ടോ, നല്ല എന്താ പറയുക, നല്ലൊരു കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കുരു മാറ്റി തന്നെ വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ഒന്ന് മിക്സിയിലിട്ട് കറക്കി അതിൻ്റെ നീരെടുത്ത് കുടിച്ചാലും നല്ലതാട്ടോ, ശരീരത്തിന് ഏറ്റവും നല്ലതാട്ടോ അത്. അപ്പോൾ വീണ്ടും നമ്മളെ വീട്ടിലൊരു കോളിംഗ് ബെല്ലടിച്ച് അപ്പോൾ നിർത്തി വീണ്ടും പോയി എന്താല്ലേ ചെയ്യൽ. അപ്പോൾ അങ്ങനെ കേട്ടോ, രാവിലെയൊക്കെ കൊടുക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്കും ഓരോരുത്തരും വരും കേട്ടോ. എൻ്റെ റഷീക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാം, എല്ലാത്തിലും സജീവമാണ്. അപ്പോൾ റഷീക്കാൻ്റെ ഓരോരോ കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിലാട്ടോ കൊണ്ടുവെക്കൽ. അപ്പോൾ രാവിലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓരോരുത്തർ വരും. അപ്പോൾ നമ്മളിതിൻ്റെ കയമ്പൊക്കെ മാറ്റി ഇതിൻ്റെ അരിമണികളൊക്കെ വേറെ ആക്കുകയും വേണം. അതാണ് കേട്ടോ അതിന് പാടുള്ള പണി എന്ന് പറഞ്ഞാൽ. വേറെ നമ്മൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തെക്ക് ഭാഗത്തേക്കൊക്കെ പോകുന്നല്ലേ, എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒന്ന് വാങ്ങിയിട്ടൊന്ന് കുടിച്ച് നോക്കിട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചിലർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളവിടെ റഷീക്ക സ്ഥിരം ഓർഡർ വിളിക്കുന്ന ഓൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഓൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോനത് വാങ്ങിയപ്പോൾ ഭയങ്കര വിറ്റാണ് കേട്ടോ. അവൻ പറയുക ഞാനിത് വാങ്ങി ഇത് കൊണ്ടുവരാൻ പിന്നെ സഞ്ചി ഇല്ലാണ്ടായിപ്പോയി, പിന്നെ 30 രൂപ കൊടുത്ത് സഞ്ചിയും വാങ്ങേണ്ടിയായിരുന്നു, ഒക്കെ നഷ്ടമായിപ്പോയില്ല. ഞാൻ പറഞ്ഞത് സാരില്ല, നഷ്ടമായാലും ഈ വേനലിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കിട്ടിയിട്ട് അത് കുടിക്കുമ്പോൾ നല്ല ഒരു എനർജി ആയിട്ടോ. അത് കുടിക്കുമ്പോൾ ശരീരത്തിന് ഏറ്റവും നല്ല, നമ്മൾ ഷുഗർ പേഷ്യൻറ്റുമാർക്കൊക്കെ എന്താക്കുക, നല്ലോണം പശുമ്പാലൊക്കെ നല്ലോണം ഒഴിച്ചിട്ട് ഇലക്കായി ഇട്ടിട്ട് ഒരു തരി ഉപ്പിട്ടിട്ട് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഷുഗറുള്ളവർക്കും കുടിക്കുക, ഷുഗർ ഇല്ലാത്തവർക്ക് മധുരം ഇട്ടിട്ടും കുടിക്കുക കേട്ടോ.
അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് തന്നെ പറയാണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകല്ലേ, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ കുറച്ച് മധുരം ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. ഇവിടെ മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് മധുരം ഇടുന്നുള്ളൂ. പിന്നെയും ഏകദേശം മധുരം ഇഷ്ടപ്പെടുന്ന ആൾ ഞാനാട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും മധുരം ഇട്ടതാണ്. അപ്പോൾ ഇത്രയും മധുരം മതി ഇവൽക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 ഏലക്കായി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കുറച്ച് ഏലക്കായി ഇതിലേക്ക് ഒരു 3-4 ഏലക്കായി ഇട്ടിട്ട് നല്ലോണം നമ്മളെ പശുമ്പാലുണ്ടല്ലോ അടിച്ച് കൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയല്ല. അപ്പോൾ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങി കുടിച്ച് നോക്കണേ. അപ്പോൾ രാത്രി നമ്മൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റംസാൻ്റെ എത്രയോ മുന്നേ പുറത്തൊക്കെ ഒന്ന് പോയതാണ്. അപ്പോൾ ഋഷിക്ക പറയുന്നുണ്ട് പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ എല്ലാ പച്ചക്കറിയും തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് വാങ്ങാണ്ട്, അതുപോലെ സാധനങ്ങളൊക്കെ കുറച്ച് വീട്ടിലേക്ക് വാങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും അതിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വാപ്പക്കുള്ളത് വേഗം ആക്കി കൊടുത്തിട്ടോ. നമ്മൾ തിരിച്ച് വരുമ്പോഴൊക്കെ ഒരുപാട് സമയമാവും കേട്ടോ. അപ്പോൾ വാപ്പക്ക് ആ സമയത്തൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് നമ്മൾ പോയി വരുമ്പോഴൊക്കെ എന്തെങ്കിലും ഭക്ഷണം നമുക്ക് വാപ്പക്കും വേണ്ടി വാങ്ങലുണ്ട് കേട്ടോ. പണ്ടത്തെ മാതിരിയൊന്നും വാപ്പപ്പം അങ്ങനെ ഒന്നും തിന്നൂല കേട്ടോ. വാങ്ങിക്കൊണ്ട് കൊടുത്താലൊന്നും. പണ്ടൊക്കെ ആണെങ്കിൽ എന്തും തിന്നതിന്, എന്ത് സാധനവും വാരി വലിച്ച് തിന്നുന്ന ആളേന് കേട്ടോ. വാപ്പപ്പം പിന്നെ ഒന്നും തിന്നില്ല. അപ്പോൾ വാപ്പക്കുള്ള ഫുഡ് അവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതും ആക്കി കുടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഏലക്കായും പശുമ്പാലും നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പച്ചക്കറി വാങ്ങാൻ ഇപ്പം ഞാൻ മെയ് 1 ഇന്നാട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ തലേ ദിവസം രാത്രി പോകുമ്പോഴേ നമുക്ക് വില കുറവിൽ കുറച്ച് പച്ചക്കറി വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്താണെന്ന് വെച്ചാൽ മെയ്ദിനായതുകൊണ്ട് അന്ന് ലീവായിരിക്കുമല്ലോ. അപ്പോൾ പച്ചക്കറിക്ക് നല്ല ആദായത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു ഋഷിക്ക്. അങ്ങനെ പോയതാട്ടോ. വലിയ ആദായം ഒന്നുമില്ല കേട്ടോ. ഓൾക്ക് ആർക്കും ഒക്കൂല കേട്ടോ. അപ്പോഴത്തെ ചൂടിലൊന്നും പച്ചക്കറി കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് കേട് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ പച്ചക്കറി പാളയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി പാളയത്തു നിന്നൊക്കെ വീഡിയോ എടുക്കുമ്പോഴേ എനിക്കൊരു പേടിയാണ്. ഓല് വിചാരിക്കുമോ ഓലെന്തോ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണോ അങ്ങനെയൊക്കെ തോന്നൂല ഓരോരുത്തർക്ക്. അപ്പോൾ ഓല കച്ചവടമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, എന്തിനാ വെറുതെ നമ്മൾ അതിൽ പാറ്റിടാൻ വേണ്ടി പോകുന്നതെന്ന് വിചാരിക്കട്ടോ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എടുക്കാതായിപ്പോയത്. അപ്പം ഇത് നല്ലോണം ഇളക്കി സെറ്റാക്കിയിട്ട് നമ്മൾ ഓരോ ഗ്ലാസ് എല്ലാവരും കുടിച്ചിട്ടാട്ടോ പോയത്. പിന്നെ പോയി വന്നതിന് ശേഷം വീണ്ടും കുടിച്ചു. അപ്പോൾ ചെറിയ തോലൊക്കെ ഇതിലുണ്ട്. എന്താ വെച്ചാൽ ഓവർ പഴുത്തതുകൊണ്ട് തോല് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് അടത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നല്ലോണം കഴുകിയെന്ന് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചയിൽ തന്നെ കഴുകിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. പിന്നെ ഒന്നും കൂടെ ഒക്കെ കഴുകി നമ്മൾ ഒക്കെ റെഡിയാക്കി. അപ്പോൾ ഓരോരോ ഗ്ലാസ് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ എന്താ പറയുക കക്കിരി, എന്താ പൊട്ട് കക്കിരി അങ്ങനെ എന്തോ ആട്ടോ അതിന് പറയൽ. പൊട്ട് കക്കിരി എന്നാണ് പറയൽ. ഡ്രിങ്ക് നല്ല അടിപൊളി പൊട്ട് കക്കിരി ഡ്രിങ്ക് ആട്ടത്. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ഞാൻ ഖുറാനൊന്നും ഓതിയിൽ പോയി വന്നതിന് ശേഷം ഓതാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊക്കെ പുറപ്പെട്ടൊരു വലിയൊരു സഞ്ചിയൊക്കെ എടുത്ത് നമ്മൾ പോകുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ തേങ്ങാവലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാവലി ഉണ്ടായപ്പോഴേ ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങാവലി ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് നല്ലോണം ജോലി ഉണ്ടാവും. അപ്പം 3 തെങ്ങന്മല കയറിയിട്ടുള്ളെങ്കിലും കൂടിയിട്ട് നല്ലോണം പണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ മോനെയും ചെയ്തത്. അപ്പോൾ നമ്മൾ എത്രയോ നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ഹോട്ടൽ റഹ്മത്തിലേക്ക് പോയിട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനെയാണെന്ന് അറിയാം, മസാല ദോശയാണ് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ. അപ്പോൾ എൻ്റെ ഇഷ്ടമാട്ടോ എപ്പോഴും നോക്കൽ. അപ്പം പിന്നെ ഓല ഇഷ്ടത്തിന് വിട്ട് കൊടുത്തതാണ്. അപ്പോൾ എ സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് വെള്ളവും കുടിച്ച് കുത്തിരിക്കാൻ എന്തോ ഒരു സുഖമാണെന്ന് അറിയാം. നമ്മൾ ആസ്വദിച്ച് ഒരുപാട് ടൈം എടുത്തിട്ടാട്ടോ ഭക്ഷണം കഴിച്ചെടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എ സിൻ്റെ ഉള്ളിൽ കുത്തിരിക്കാമല്ലോ. നമ്മളെ വീട്ടിൽ എ സി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എ സി ഉള്ളിടത്ത് പോയി നമ്മളൊന്ന് മുതലാക്കണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് നല്ല അടിപൊളി പാൽച്ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഓർഡറാക്കി അതൊക്കെ കുടിച്ച്. അപ്പോൾ കോഴിക്കോടൊക്കെ വരുന്നോലെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് റഹ്മത്ത് ഹോട്ടലിൽ കയറണം കേട്ടോ. പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആരോട് ചോദിച്ചാലും കാണിച്ചാൽ അടിപൊളി ഫുഡാണ് അവിടെ. അപ്പോൾ 2 ബ്രാഞ്ചേ ഉള്ളൂ കേട്ടോ അവർക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ്. നല്ല വൃത്തിയാണ് കേട്ടോ ഇവിടെ. മെയിനായിട്ട് അതാണ്, വൃത്തിയും ഉണ്ടാവും. നമുക്ക് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല വൃത്തിക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡുമാണ്. അപ്പോൾ ഓരോരുത്തർ ഐറ്റംസ് പറയും കേട്ടോ. ഇവരൊക്കെ ചിക്കനും ബീഫൊക്കെ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നല്ല മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി കൂന്തൽ റോസ്റ്റിന് പറഞ്ഞ്. വേറെയുള്ള നല്ല അയക്കുറ മീനുകളൊക്കെ ഉണ്ടാവും, ഇതിനൊക്കെ ഭയങ്കര വില ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും പറഞ്ഞില്ല. നമ്മളതായ ബഡ്ജറ്റ് നോക്കണമല്ലോ. അപ്പോൾ എന്താ ഞാനൊരു കൂന്തൽ ഫ്രൈയും 2 വീറ്റ് പൊറാട്ട കേട്ടോ. എനിക്ക് മറ്റേ പൊറാട്ട തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഈ പൊറാട്ട നല്ലോണം കരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവരോട് പറഞ്ഞ പോലെ അത് മാറ്റി കൊണ്ടുത്തന്ന് നല്ല കരിയാത്ത പൊറാട്ട കൊണ്ടുത്തന്ന്.
അപ്പോൾ ഇവർ നാൻ വാങ്ങിക്കണ്, പിന്നെന്താണ് പിന്നെ റൊട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ കൂട്ടി നല്ലോണം അടിച്ച് മാറിയിട്ടോ. നമ്മൾ തേങ്ങ വലി ഉണ്ടായപ്പോൾ ഒരുപാട് പണിയെടുത്ത് തേങ്ങ പറക്കിയിട്ടല്ലോ കേട്ടോ നമ്മൾ വൃത്തിയാക്കിയതാണ്. അപ്പോൾ നായിട്ട് അടക്കം തൊയിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടലിൻ്റെ മുൻവശത്ത് പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം അഹങ്കാരം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ അത്, കോഴിക്കോട് മാനാഞ്ചിറ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ചിറ ഉണ്ടല്ലോ നല്ലോണം വറ്റിച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം വെള്ളം ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം വറ്റിച്ച് നല്ലോണം കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ചെയ്തപ്പോൾ നല്ല ഇതിൻ്റെ അടിയിൽ 3 കിണറോ 2 കിണറായിട്ടുണ്ട് കേട്ടോ ഈ ചിറൻ്റെ അടിയിൽ. അപ്പോൾ നല്ല വൃത്തിയാക്കിയതിനെ കൊണ്ട് നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കിണറൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. ഉറവുകളൊക്കെ അടഞ്ഞ് കിടന്നാൽ തന്നെ നമുക്ക് വെള്ളം കിട്ടില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്താൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേ വന്ന് പിന്നെ കോഴിക്കോട് ബീച്ചിലൊക്കെ അവിടെ എത്തിയാൽ പിന്നെ ഒന്ന് ബീച്ചിൽ കയറിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട കേട്ടോ. ഒരു തറവാട് എന്ന് പറയാൻ തക്കത്തോണം ഒരു അറ്റാച്ച്മെൻ്റാണ് കേട്ടോ നമുക്ക് ബീച്ചായിട്ട്. ബീച്ചിൻ്റെ അതിലേ പോകുമ്പോൾ ഒന്ന് കയറിയില്ലെങ്കിൽ ഭയങ്കര മനസ്സിന് ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി ഒരു സ്വീറ്റ് കോണൊക്കെ വാങ്ങി തന്ന് ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ എൻ്റെ വിശേഷങ്ങളും കക്കിരി ഡ്രിങ്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. 3ാമത്തെ പ്രാവശ്യം പറയുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.